നയന എല്ലാവരെയും വിട്ടു പോയതറിഞ്ഞ് മുത്തശ്ശൻ തല കറങ്ങി വീഴാണ്. മുത്തശ്ശന്റെ അസുഖം കൂടുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അങ്ങനെ നയന ദേവയാനിക്ക് ലിവർ കൊടുക്കുകയാണ്. ലിവർ കൊടുത്തതിന് ശേഷം ദേവയാനിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. നയനയുടെ കാര്യത്തില് ഡോക്ടർമാര് ഉറപ്പൊന്നും പറയുന്നില്ല. നന്ദുവും അമ്മയും ആദർശും ജയനൊക്കെ ഒരുപാട് സങ്കടത്തോടു കൂടി നിൽക്കുമായിരിക്കും. ഡോക്ടർമാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരായി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ ഡോക്ടർ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കോംപ്ലിക്കേഷനാണ്, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പൊട്ടിക്കരഞ്ഞു നിൽക്കുമായിരിക്കും നയനയുടെ അമ്മ. എന്നാ മറുഭാഗത്ത് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് അനാമികയും വേണുവും രേവതിയും. അനാമികയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്, മോളെ അവള് തട്ടിപ്പോവെന്നാ എനിക്ക് തോന്നുന്നേ. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞൊരു സാഹചര്യ. എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത ഇപ്പൊ തന്നെ കേൾക്കും, നീ നോക്കിക്കോ. അമ്മേ, അത് കേൾക്കാൻ തന്നെയാ ഞാനും നിൽക്കുന്നേ. അല്ല വേണുട്ടാ, നിങ്ങളുണ്ടല്ലോ ആ വിഷം എന്ന് പറഞ്ഞ് ഇവൾക്ക് കൊടുത്തത് എന്ത് സാധന? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു 5-8 മണിക്കൂർ ചെറിയ പ്രശ്നമൊക്കെ കാണും, അത് കഴിഞ്ഞാ പിന്നാളെ ഓക്കെ ആവുന്നൊക്കെ. ഇതിപ്പോ ദേവേച്ചിയുടെ ലിവർ വരെ അടിച്ചുപോയി. എന്ത് വിഷാ നിങ്ങൾ അനാമികയ്ക്ക് കൊടുത്തത്? ഞാൻ പറഞ്ഞ അളവിൽ ഒഴിച്ചിരുന്നെങ്കില് ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കോ? എന്നാ നമ്മുടെ മോളല്ലേ, അതിന്റെ ഇരട്ടിയായിരിക്കും അവൾ ഒഴിച്ചു കാണാ. അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ല വേണോട്ടാ, ഇനിയിപ്പോ നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പോലീസ് കേസ് ആവോ? അങ്ങനെ പിന്നീട് പാലിലാരാ വിഷം കലർത്തിയെന്നൊക്കെ അന്വേഷണം വരുമോ? നമ്മള് കുടുങ്ങോ വേണോട്ടാ? എന്റെ പൊന്നമ്മേ, അമ്മ പേടിപ്പിക്കല്ലേ. പൊന്നമ്മേ, പോലീസുകാരും വല്ലതും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തുറന്നു പറയരുത് കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ പറയാ, അച്ഛാ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ 3 പോയി ജയിലിൽ കിടക്കേണ്ടി വരും, മറക്കണ്ട. അത് മാത്രല്ല, ഈ അനന്തപുരിക്കാരുടെ പവർ വെച്ചിട്ടേ നമ്മളെ ചിലപ്പോ തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കും. അമ്മേ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. അമ്മേനെ അതും ഇതൊന്നും വിളിച്ച് പറയല്ലേ എന്നൊക്കെ അനാമിക പേടിച്ച് രേവതിയോട് പറയുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ. ആരെങ്കിലും ഒന്ന് വരട്ടിയാൽ മതി, ഉള്ളിലുള്ളതൊക്കെ പുറത്തോട്ട് വരും. ഡോക്ടർ ദേവിയാനിയോട് പറഞ്ഞിരുന്നു നയനയാണ് ലിവർ തന്നെയെന്ന്. അത് കേട്ട മുതൽ കുറ്റബോധം കൊണ്ട് നമ്മുടെ ദേവിയാനി കരയുകയായിരിക്കും. ഈ സമയത്ത് ഡോക്ടർ വരുമ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് നയനയെ ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ എന്താ ഒന്നും പറയത്തെ? അത് പിന്നെ നയനയ്ക്ക് കുറച്ച് സീരിയസാ. എന്താ പറ്റിയേ? നയനയ്ക്ക് എന്താ പ്രശ്നം? അവൾക്ക് മുൻപേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബ്ലഡ് അവളാണല്ലോ തന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാ, ബ്ലഡ് കൊടുക്കുന്ന ഒരു കണ്ടീഷനല്ല നിനക്കെന്ന്. എന്നാലും അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ നിർബന്ധപ്രകാര ബ്ലഡ് ഞങ്ങൾ എടുത്തത്. അതിനുശേഷം ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ പലതവണ ഞങ്ങൾ പറഞ്ഞതാ, ഇത് പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാ അതൊന്നും ആ കുട്ടി വകവെച്ചിരുന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കണം, ഒരു ലിവർ കൊടുത്തെന്ന് കരുതിയിട്ട് എനിക്കൊരു പ്രശ്നവും സംഭവിക്കില്ല എന്നാ നയന പറഞ്ഞത്. എന്നാ ഇപ്പൊ നയനയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലാ. ഇത് കേട്ട് ദേവയാനി പൊട്ടിക്കരയുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നയന ഇങ്ങനെയൊക്കെ ചെയ്തത്? അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഡോക്ടറെ. പലതവണ ആദർശും ജയേട്ടനും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, നയനമോൾക്ക് എന്നെ കാണണമെന്ന് പറയുന്നുണ്ടെന്ന്. ഒരു തവണ പോലും ഞാനതൊന്നും കേൾക്കാൻ പോലും വകവെച്ചിരുന്നില്ല. അവളെ കാണണ്ട എന്ന് തന്നെയാ ഞാനും അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് നയനമോള് കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഡോക്ടറെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ദൈവം പോലും എന്നോട് പൊറുക്കില്ല ഡോക്ടറെ. എനിക്ക് നയനെ ഒന്ന് കാണണമെന്നുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ ഇയാൾ കാണാതിരിക്കുന്ന നല്ലത്. എന്തായാലും കണ്ടീഷനൊക്കെ ഓക്കെ ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. ദേവിയാനിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇങ്ങനൊരു മോളെയാണല്ലോ ഞാൻ ഇത്രയും ദ്രോഹിച്ചത്. അവളെ ഞാൻ എന്തൊക്കെ തരത്തിലാ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. എന്നാ എനിക്ക് വേണ്ടി അവളെ ജീവൻ വരെ തരാൻ തയ്യാറായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പൊട്ടിക്കരയുമായിരിക്കും. അങ്ങനെ ആദർശ് വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ നയനയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആദർശേ, നയനയുടെ കണ്ടീഷൻ വളരെ മോശാ. പലതവണ ഞാൻ പറഞ്ഞതാ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. എന്നാ നയനയുടെ ഒറ്റ നിർബന്ധം കാരണാ ഈ ഓപ്പറേഷൻ തന്നെ ചെയ്തത്. എന്നാ നയന ഇനി ജീവിതത്തിലോട്ട് വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്നാ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നുമില്ല.
അതുകൊണ്ട് തന്നെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വിവരം അറിയിച്ചോളൂ. ആദർശനോ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയാണ്. ഇത് കേട്ട് നന്ദുവും അമ്മയൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. നന്ദു വന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ, എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല നന്ദു, ചേച്ചിക്കൊന്നും സംഭവിക്കില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അച്ഛാ, മുത്തശ്ശൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണ്ടേ? വേണ്ട ആദർശേ, നീ ഒന്നും പറയണ്ട. മുത്തശ്ശൻ്റെ ഈ കണ്ടീഷനിൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് താങ്ങാൻ പറ്റില്ല ആദർശേ, അതുകൊണ്ട് പറയണ്ട എന്ന് ജയൻ പറയാണ്. എന്നാ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും അനാമിക. എന്നാ വേണു അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അനന്തപുരിയിലോട്ട് പോയാലോ? ഇവിടെയല്ലേ അച്ഛാ കാണാനും കേൾക്കാനും ഉള്ളത്, എന്തിനാ ഇനി അങ്ങോട്ട് പോന്നേ? ഇപ്പൊ പോയാല് ഒരു വെടിക്ക് 2 പക്ഷിയാ. അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇക്കാര്യം നമുക്ക് മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറയാം. അവിടെ പോയി പറഞ്ഞാലേ മൂർത്തി സാറിന് സഹിക്കാൻ പറ്റില്ല. മൂർത്തി സാറിന്റെ പുന്നാര മോളല്ലേ നയന. അയാളാണെങ്കില് ഇപ്പൊ അടുത്താ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് എത്തിയത്. അപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് അയാൾക്കൂടെ എന്തെങ്കിലും സംഭവിച്ച് അയാളുടെ കാറ്റൂടെ പോയാല് പിന്നെ അനന്തപുരി ഭരിക്കാൻ പോകുന്നത് ആരാ? എന്റെ മോളാ. അച്ഛനാരാ ബുദ്ധിയില്ല എന്ന് പറഞ്ഞേ? അച്ഛനെ ഒടുക്കത്തെ ബുദ്ധിയാ. എന്തായാലും നമുക്ക് അനന്തപുരിയിലോട്ട് പോവാം. ഇക്കാര്യം മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് അനാമികയും വേണുവും രേവതിയും കൂടെ അനന്തപുരിയിലോട്ട് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, മോളെ, കുറച്ച് അഭിനയമൊക്കെ ആവാ, ചെറുതായൊന്ന് കരയൊക്കെ ചെയ്തോ. അങ്ങനെ അനാമിക അഭിനയം തുടങ്ങാണ്. കരഞ്ഞുകൊണ്ട് നേരെ ഉള്ളിലോട്ട് ഓടാണ്. നേരെ ജാനകിയാണ് കാണുന്നത്. അമ്മയെന്ന് വിളിച്ച് ജാനകിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്താ മോളെ, എന്താ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അതമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നേ. എന്താ മോളെ, ഏട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ജാനകി ചോദിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. എന്താ ജാനകി, അനാമിക എന്തിനാ കരയുന്നേ? അറിയില്ലച്ചാ, ഞാനും അതാ ചോദിക്കുന്നേ. വേണുവിൻ്റെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, വേണു, എന്തിനാ മോള് കരയുന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, ഒന്നും പറയേണ്ട മൂർത്തി സാറേ, ഹോസ്പിറ്റലിലെ അവസ്ഥ വളരെ മോശാ. എന്തുപറ്റി? ദേവിയാനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവിയാനി ചേച്ചിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ നയനയ്ക്കോ? നയനയാണല്ലോ ലിവർ കൊടുക്കുന്നേ. നയനയാണോ ദേവിയാനിക്ക് ലിവർ കൊടുക്കുന്നേ? എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നയന ചേച്ചിയാ ലിവർ കൊടുക്കുന്നേ. മുത്തശ്ശൻ്റെ അടുത്ത് പറയാതിരുന്നതാ. നയനയ്ക്കെന്താ? എന്താ പറ്റിയേ നയനയ്ക്ക്? വേണു, പറ, നിന്നോടാ ചോദിക്കുന്നേ. നയനയ്ക്ക് എന്താ പറ്റിയേ? അത് പിന്നെ സാർ, നയനയുടെ കണ്ടീഷൻ വളരെ മോശാ. അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചോളാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. ഇത് കേട്ട് മൂർത്തിയാകെ ഞെട്ടുന്നുണ്ട്. മുത്തശ്ശിയും ജാനകിയും ഒക്കെ ഒരുപാട് സങ്കടത്തോടു കൂടി നിൽക്കാണ്. സത്യാണോ പറയുന്നേ? നയനമോൾക്ക് എന്താ സംഭവിച്ചേ? ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നു. വല്യമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബോധമൊക്കെ വന്നു. എന്നാ നയന ചേച്ചിയുടെ കാര്യം, അത് ഡോക്ടർ ഉറപ്പൊന്നും പറയുന്നില്ല. ഡോക്ടർ പലതവണ പറഞ്ഞതാ നയനേച്ചിയുടെ ബോഡി വീക്കാണെന്ന്. എന്നാ വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ചേച്ചി തന്നെയാ പറഞ്ഞത് ഈ ഓപ്പറേഷൻ ചെയ്യാൻ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇതൊക്കെ കേട്ട് മുത്തശ്ശന് നെഞ്ചു വേദനിക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴാണ്. എന്താ പറ്റിയേ അച്ഛാ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ജാനകിയും മുത്തശ്ശിയൊക്കെ വിളിക്കുന്നുണ്ട്. സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണുവും രേവതിയും അനാമികയും ഒക്കെ ചേർന്ന് മുത്തശ്ശ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനെ വിളിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ദേവയാനിയും നയനയും കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലോട്ട് തന്നെയായിരിക്കും മുത്തശ്ശനെയും കൊണ്ടുവരുന്നത്.